നമസ്തേ. കർമ്മങ്ങളുടെ പുണ്യാപുണ്യ ഫലങ്ങളെക്കുറിച്ച്, കർമ്മഫലങ്ങൾ ഉണ്ടാകുന്ന ജാതി, ആയുസ്, ഭോഗം, ജീവിതങ്ങളെക്കുറിച്ച് ആണ് മുൻ സൂത്രത്തിൽ പറഞ്ഞു വെച്ചത്. വീണ്ടും ആ പുണ്യാപുണ്യ ഫലങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓരോ കർമ്മത്തിൻ്റെയും ഫലം നിശ്ചയിക്കുന്നത് ആ കർമ്മത്തിൻ്റെ പുണ്യ അപുണ്യങ്ങളെ ആശ്രയിച്ചാണ് എന്ന് പറയുകയാണ്. സൂത്രം 14. തേ ആഹ്ലാദ പരിതാപഫല പുണ്യാപുണ്യ ഹേതുത്വ. തേ നേരത്തെ പറഞ്ഞ സൂത്രം 13 പറഞ്ഞ ജാതി, ആയുഷ്, ഭോഗം എന്നിവ പുണ്യ അപുണ്യ ഹേതുത്വാത് പുണ്യം, പാപം എന്നീ കർമ്മങ്ങളുടെ കാരണമായി ആഹ്ലാദ പരിതാപ സുഖം, ആഹ്ലാദം, അതുപോലെ പരിതാപം, ദുഃഖം ഫലങ്ങളെ നൽകും എന്നാണ് ഇതിന്റെ അർത്ഥം. സൂത്രം 13 പറഞ്ഞ ജാതി, ആയുസ്, ഭോഗം എന്നിവ ശുഭവും അശുഭവുമായ കർമ്മങ്ങൾ കാരണമായി ഉണ്ടാകുന്നതിനാൽ അവ സുഖവും ദുഃഖവും നൽകും. ജന്മം നേരത്തെ പറഞ്ഞു, പല ജീവരൂപങ്ങളിൽ ജനിക്കുക. ഈ ശാസ്ത്രം പഠിക്കുന്നത് മനുഷ്യനാണ്. അപ്പം മനുഷ്യ ജീവിതത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായി നമ്മൾ മറ്റ് ജാതികൾ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടി വരും. മറ്റ് ജീവജാതികൾ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും. മനുഷ്യനാണ്, പക്ഷെ അവൻ പുഴുവിനെ പോലെ ജീവിക്കുക, പട്ടിയെ പോലെ ജീവിക്കുക, ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ അവരുടെ ജാതി സ്വഭാവം അതാണ്. അതുപോലെ തന്നെ ആയുസ് എന്ന് പറയുന്നത്, മനുഷ്യായുസ് എന്ന് പറയുന്നത്, ഒരു പുരുഷായുസ് എന്നൊക്കെ പറയുന്നതിൽ ആ ആയുസ്സിന് ഹാനി ഉണ്ടാവുക, അല്ലെങ്കിൽ ആയുസ് അവിചാരിതമായി ഇല്ലാതാവുക, അതൊക്കെ ആ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഭോഗം, നമ്മൾ കഴിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കേണ്ടുന്ന വസ്തുക്കൾ, ഒരു മനുഷ്യൻ ആസ്വദിക്കേണ്ടുന്നത് പോലെ മനുഷ്യൻ ആ വസ്തുക്കളെ ആസ്വദിക്കും. അതല്ലാതെ മനുഷ്യൻ ആസ്വദിക്കാത്ത മറ്റ് ജീവജാലങ്ങളൊക്കെ കഴിക്കുന്നത് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ ജീവിത രീതികളോ ജീവിതത്തിലെ ആസ്വാദനങ്ങളോ ഒക്കെ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരായിപ്പോയി? ആ ജീവിയായി പോയി, ആ ജീവിയുടെ സ്വഭാവമുള്ളയാളായി പോയി. അങ്ങനെയാണ് ജാതി, ആയുസ്, ഭോഗം എന്നിവയെ നമ്മൾ കാണേണ്ടത്. അപ്പൊ ജാതി, ആയുസ്, ഭോഗം എന്നിവയോടുകൂടിയ ആ കർമ്മങ്ങൾ പുണ്യ കർമ്മങ്ങളും പാപകർമ്മങ്ങളും ആകയാൽ അത് സുഖത്തെയും ദുഃഖത്തെയും അത് ഇതാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ക്രമപ്രകാരം അത് പ്രദാനം ചെയ്യുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ സുഖഫലങ്ങളും പാപകർമ്മങ്ങൾ ദുഃഖഫലങ്ങളുമാണ് നൽകുന്നത്. എന്നാൽ പാപകർമ്മങ്ങൾ ഫലമായി ഉണ്ടാകുന്ന ജാതി, ആയുസ്, ഭോഗങ്ങളെ പോലെ തന്നെ പുണ്യകർമാശ്രിതമായ സുഖഭോഗങ്ങളും ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖകാരണമായി ഭവിക്കും എന്നാണ് വ്യാസൻ വിവരിക്കുന്നത്. കാരണം പുണ്യകർമ്മ സുഖം അതുപോലും ക്ഷണികവും ആത്യന്തികമായി തൃപ്തികരവുമല്ല എന്ന് തിരിച്ചറിയണം. അല്ല, താൽക്കാലികമാണ്. പുണ്യകർമ്മം ചെയ്തത് കൊണ്ടുണ്ടാകുന്ന ഫലം പോലും താത്കാലികമാണ് എന്ന് തിരിച്ചറിയാം. അതൊരു യോഗി തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ പുണ്യാപുണ്യ ഫലങ്ങളുടെ പിന്നാലെയല്ല ഒരു യോഗി സഞ്ചരിക്കേണ്ടത്, സ്വന്തം കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാം. സുഖമായാലും ദുഃഖമായാലും അത് നിഷ്പക്ഷമായ ഒന്നല്ല. അത് സുഖമോ ദുഃഖമോ കലർന്നതാണ്. പുണ്യം മോചനമല്ലെന്നും അത് സൂക്ഷ്മമായ ഒരു ചങ്ങലയിലെ കണ്ണി മാത്രമാണെന്നും വാചസ്പതി മിശ്ര ചൂണ്ടിക്കാണിക്കുന്നു. ജ്ഞാനികൾ, യോഗികൾ ഈ പുണ്യപാപങ്ങൾ രണ്ടിനെയും മറികടക്കുന്നു. സുഖവും ദുഃഖവും മുൻകാല പ്രവർത്തികളോടുള്ള പ്രതികരണമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. ഇത് മനസ്സിലാക്കുന്നതിലൂടെ യോഗി സുഖത്തിന് പിന്നാലെ ഓടുകയോ ദുഃഖത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കില്ല. അതിനും മുകളിൽ, അതിന് അതീതരായി യോഗികൾ മാറുന്നു.
പുണ്യപാപ കർമ്മങ്ങൾ കർമ്മഫലങ്ങൾ രണ്ടും സ്വർണം അതുപോലെ ഇരുമ്പ് ചങ്ങലകൾ പോലെ ബന്ധനങ്ങളാണ് എന്ന് തിരിച്ചറിയണം. ആഗ്രഹ പൂർത്തീകരണം ആനന്ദം അഥവാ ആഹ്ലാദം നൽകുന്നതോടൊപ്പം ആസക്തിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതൽ ആനന്ദത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ ആഗ്രഹം പൂർത്തീകരിക്കാതിരിക്കുന്നത് അത് നിരാശയിലേക്കും വിരക്തിയിലേക്കും നയിക്കുന്നു. രണ്ടും സംസ്കാര കർമ്മത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു യോഗി ഇത് രണ്ടും ലക്ഷ്യം വെക്കുന്നില്ല. യോഗയുടെ ലക്ഷ്യം ആനന്ദം പരമാവധിയാക്കുകയോ വേദന കുറയ്ക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് ക്ലേശത്തെ മറികടന്ന് സമചിത്തത വളർത്തുക എന്നതാണ്. സൂത്രം 12 കർമ്മത്തിന് ക്ലേശങ്ങളിൽ വേരുണ്ട് എന്ന് പറഞ്ഞു. 13 വേരുകൾ നിലനിൽക്കുമ്പോൾ കർമ്മം ജാതി, ആയുസ്, ഭോഗം എന്നിവയായി രൂപപ്പെടും എന്ന് പറഞ്ഞു. സൂത്രം 14 പുണ്യ അപുണ്യ അടിത്തറയെ ആശ്രയിച്ച് ആ ഫലങ്ങൾ സുഖമോ ദുഃഖമോ ആയി തീരുമെന്നും പറയുന്നു. ഇതെല്ലാം അവിദ്യാദി ക്ലേശങ്ങളാൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ്. ക്ലേശസ്പർശമുള്ള ഈ കർമ്മ കോലാഹലങ്ങളിൽ വീഴാതെ ക്ലേശങ്ങളെ വറുത്തെടുത്ത വിത്തുപോലെ ഇനി ഒരിക്കലും മുളയ്ക്കാത്ത വിധം മാറ്റിയെടുക്കുകയാണ് യോഗി ചെയ്യേണ്ടതെന്ന് വരും സൂത്രങ്ങളിൽ പറയുന്നു.